നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊക്കെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രസന്റ് ദം ടു ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് എക്സെട്ര. മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. ഒരു ബിസിനസ്സിൽ അത്രയും കാലം ബിസിനസ് വർക്ക് ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ, എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എത്രമാത്രം ലയബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ അറിഞ്ഞിട്ടുള്ള ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമുക്ക് ആരുടെ മുമ്പിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, അങ്ങനെ ആർക്ക് മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. അതിന്റെ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത്, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ആണ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവരുടെ എല്ലാ വർഷവും അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് നിർബന്ധമാണ്. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, അത് ഓപ്ഷനിലാണ്, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലിമിറ്റഡ് സ്കോപ്പാണ്. അതായത് ലിമിറ്റഡ് സ്കോപ്പ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് നേരെ കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ കഴിഞ്ഞു. അത് ലിമിറ്റഡ് സ്കോപ്പാണ്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്കോപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യാം, ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ അതിനെ കുറിച്ചിട്ട് CVP അനാലിസിസ് തയ്യാറാക്കാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പ് ആണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, വൈഡ് സ്കോപ്പാണ്. അതുപോലെ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. നമുക്കറിയാം ബിസിനസ്സിൽ ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ബാങ്കുകാർ വയ്ക്കും നിങ്ങളുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും പ്രസന്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവർക്ക് വേണം. അതുപോലെ ക്രെഡിറ്റേഴ്സ്, നമ്മുടെ അടുത്ത് കടം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോക്കും നമുക്ക് ഇവർ തിരിച്ചു തരാൻ കഴിവുള്ളവരാണോ എന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇവരുടെ എക്സ്റ്റേണൽ പാർട്ടീസ് ആണ് ഇവിടുത്തെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഇന്റേണൽ പാർട്ടീസ്, അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുക മാനേജ്മെന്റ് ആണ്. അതുപോലെ ഇന്റേണൽ കമ്പനിയുടെ ഉള്ളിലുള്ളവർക്കാണ് ഇതുകൊണ്ടുള്ള കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ബിസിനസ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് നിർബന്ധമല്ല, ചിലർക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവർക്ക് ഓഡിറ്റ് ചെയ്യുന്ന നിർബന്ധമില്ല. നേരെ മറിച്ച് ഒരു കമ്പനിയാണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ചിലപ്പോൾ നിർബന്ധമാണ്, ചിലപ്പോൾ നിർബന്ധമില്ല. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട്, അവിടെ ഓഡിറ്റ് ചെയ്യുന്നതാണ് നോട്ട് കമ്പൽസറി. ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അവിടെ ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന നിർബന്ധമില്ല, അത് ഓപ്ഷനിലാന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങും എന്തല്ല, നോട്ട് കമ്പൽസറി ആണ്, അത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ അത് റെക്കോർഡ്സ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതുമായി ബന്ധപ്പെട്ടുള്ള എത്ര കഴിഞ്ഞ പ്രാവശ്യം എത്ര പർച്ചേസ് ഉണ്ടായിരുന്നു, ഈ വർഷം എത്ര സെയിൽസ് ഉണ്ടായി, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാത്രമാണ് അവിടെ കാണിക്കുള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. അവിടെ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ അവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ് റോഷിംഗ്, പല കാര്യങ്ങളും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ആണ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ സാധാരണ 6 മാസത്തെ, മിക്കവാറും നമ്മൾ 1 വർഷത്തെ അക്കൗണ്ടാണ് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 1 ഇയറിലേക്ക്, കഴിഞ്ഞ വർഷത്തെ, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഇയറിൽ, അങ്ങനെ ഒരു പ്രത്യേക പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നോ സ്പെസിഫിക് പീരീഡ് ഫോർ വിച്ച് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർ. പക്ഷേ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ
ദെൻ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പീരീഡ് 1 വർഷമോ 6 മാസമോ അങ്ങനെയൊന്നും ഇല്ല. കാരണം നമുക്ക് 2 മാസം നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു 5 വർഷത്തെ നോക്കാം, ഫ്യൂച്ചർ നോക്കാം, പാസ്റ്റ് നോക്കാം. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പീരീഡ് ഇല്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഡിഫറൻസ് ആണ് ലേസ് മോർ എംഫസിസ് ഓൺ ആക്യുറസി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൂടുതൽ ആക്യുറസിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലോ ലേസ് മോർ എംഫസിസ് ഓൺ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. അവിടെ എന്താണെന്നറിയോ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്, അതായത് കൂടുതൽ പെട്ടെന്ന് തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളിലായി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക, അതിനൊക്കെയാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം, അത് ഓരോരുത്തരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് information to management for decision making ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലിമിറ്റഡ് സ്കോപ്പ് ആണ്, ഒരു വശത്ത് നമുക്ക് കിട്ടിയ മറ്റേ വശം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് വൈഡ് സ്കോപ്പ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ് അവിടുത്തെ യൂസേഴ്സ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിലെ ഇന്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. ഫിഫ്ത്ത് ഡിഫറൻസ് ആണ് ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഓഡിറ്റിംഗ് അവിടെ ചിലർക്ക് നിർബന്ധമാണ്, ചിലർക്ക് നിർബന്ധമില്ല. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി. നെക്സ്റ്റ് ഡിഫറൻസ് പറഞ്ഞു റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റിനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കുക. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് is prepared for a particular period, but in management accounting no specific period for which management accounts are prepared. And last difference lays more emphasis on accuracy. In management accounting lays more emphasis on quick and prompt reporting. ഇത്രയാണ്. നെക്സ്റ്റ് ഡിഫറൻസ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് ഫോർത്ത് സെമ്മിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ ലാഭം എത്ര ഉണ്ട്, റവന്യൂ എത്ര ഉണ്ട്, അതല്ല നോക്കുക. അവരെപ്പോഴും കോസ്റ്റ് എത്ര ചെലവുണ്ട്, എങ്ങനെ ചെലവ് കുറയ്ക്കാൻ പറ്റും, ചെലവ് എങ്ങനെ കൂട്ടാൻ പറ്റില്ല നോക്കില്ല. അത് കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുക. മാനേജ്മെന്റ് അക്കൗണ്ട് ഡീൽസ് വിത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് നോക്കും, അതുപോലെ തന്നെ റവന്യൂ നോക്കും, രണ്ടും അവർ ഡീൽ ചെയ്യും. നെക്സ്റ്റ് ഡിഫറൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ആയിരിക്കും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് അവർ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രിസൈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് മുമ്പ് ചെയ്യുന്നതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വേർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിക്കുമ്പോഴാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ടു അസർടൈൻ ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് എന്താണ് മെയിൻ പർപ്പസ്, കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്, ആ കോസ്റ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ട് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന് ആവശ്യമായുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പ്ലാൻ ചെയ്യാനും. നമുക്കറിയാം മാനേജ്മെന്റ് മെയിൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ്. നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് ഡിഫറൻസ് ആണ്
കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻക്ലൂഡ്സ് ഓൺലി കോസ്റ്റ് അസർടൈൻമെന്റ് ആൻഡ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവിടെ കോസ്റ്റ് അസർടൈൻമെന്റും കോസ്റ്റ് കൺട്രോളും മാത്രമേ അവിടെ ഉള്ളൂ. ബട്ട് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് includes financial accounting, cost accounting and reporting to management. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയുണ്ട്? അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നടക്കുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഉള്ള കാര്യം എന്താണോ അവർക്ക് മനസ്സിലായ ഓരോന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണോ ക്ലിയർ ആയിട്ടുള്ളത് അത് മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മെയിൻ ആയിട്ട് 5 ഡിഫറൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. there are main 5 ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ 5 ഡിഫറൻസ് ആണുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. ആൻഡ് സെക്കൻഡ് ഡിഫറൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ് uses only quantitative informations, management accounting uses both quantitative and qualitative informations. And third one, cost accounting precedes management accounting. Management accounting starts where cost accounting ends. And fourth difference, the purpose is to ascertain and control the cost of product or service. The main purpose of management accounting is to provide information to management for planning, controlling and decision making. And last difference, it includes cost accounting includes only cost ascertainment and control, but management accounting includes financial accounting, cost accounting and reporting to management. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നമ്മൾ 2 ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2 ഡിഫറൻസും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോക്കുക. ഓക്കെ, താങ്ക് യു.